വനംവകുപ്പിന്റെ 10-ഉം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ 4-ഉം ലക്ഷങ്ങളുടെ കണക്ക് കേട്ട് തഴമ്പിച്ചതാണ് മലയോരത്തെ മനുഷ്യരുടെ കാത്. ഏത് നിമിഷവും കടുവയും കാട്ടാനയും സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട നിസ്സഹായത. വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന് സർക്കിൾ ഓഫ് ലൈഫ് നിലനിർത്തേണ്ടതിന് മലയോരത്തെ സാധാരണക്കാർ എതിരല്ല. പക്ഷേ ഏകപക്ഷീയമായി മലയോര ജനതയ്ക്കെതിരായി നിൽക്കുന്ന നിയമത്തിനും നിയമപാലകർക്കുമാണ് മാറ്റം വേണ്ടത്. മൃഗങ്ങൾ കാടിറങ്ങാതെ നോക്കേണ്ടതും ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ടതും വനംവകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. മനുഷ്യജീവൻ എടുക്കപ്പെടുന്നത് പോലെ തന്നെയാണ് ജീവനോപാധി നഷ്ടമാകുന്ന മനുഷ്യരുടെ നിലവിളികളും. ഇത് മലപ്പുറത്തോ വയനാട്ടിലോ ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ എറണാകുളത്തോ മാത്രം ഒതുങ്ങുന്നതല്ല. മനമില്ലാത്ത കുട്ടനാട്ടിൽ പോലും കാട്ടുപന്നി ഇറങ്ങുമ്പോൾ അത് കേരളത്തിൻ്റെ മുഴുവൻ ആകുലതയായി മാറുകയാണ്. നിയമങ്ങളുടെ പൊളിച്ചെഴുത്ത്, നിയമപാലകരുടെ കാര്യനിർവഹണം, ഒപ്പം പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യപ്രാപ്തി, അതിലൂടെ മാത്രമേ കേരളത്തിന് ഈ ദുർഗതിയിൽ നിന്ന് കരകയറാനാകൂ എന്ന് RDX ഓർമ്മപ്പെടുത്തുകയാണ്. കേട്ട് മടുത്ത ഒരു വാചകം കൂടി പറയുന്നു: ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, ഇനിയെങ്കിലും പൊലിയാതിരിക്കട്ടെ മറ്റൊരു ജീവൻ കൂടി.